Welcome to KAS Economics Hub, deciphering economics for competitive exams. ഒരു എക്കണോമി എടുത്തു കഴിഞ്ഞാൽ അവിടെ നിർമ്മാണം, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ എല്ലാം നടക്കുന്നുണ്ട്. സോ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എക്കണോമിയിലെ പ്രധാനപ്പെട്ട 3 മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. സോ വെനെവർ വി ആർ സീയിങ് ആൻ എക്കണോമി, ആ എക്കണോമിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രധാനമായും 3 മേഖലകളിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഏതൊക്കെയാ മേഖലകൾ? പ്രൈമറി, സെക്കൻഡറി, tertiary. So some of you have already learned these concepts. So sectors എടുക്കുകയാണെങ്കിൽ, മേഖല എടുക്കുകയാണെങ്കിൽ, ഒരു സമ്പദ്ഘടനയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രധാനമായും ഈ പറഞ്ഞ 3 മേഖലയിലാണ് നിലകൊള്ളുന്നത്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്ന് പറയും. സോ നമുക്ക് ഇനിയുള്ള KS എക്സാമിന് സപ്പോസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നോളജ് കുറവാണെങ്കിൽ വറി ചെയ്യണ്ട. കാരണം നമ്മുടെ ഗവൺമെന്റ് ഡിസിഷൻ പ്രകാരം ഇപ്പൊ നടക്കുന്ന എല്ലാ എക്സാംസും ഇംഗ്ലീഷിലും മലയാളത്തിലാണ് ചോദ്യം വരുന്നത്. സോ ദ ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. സോ നിങ്ങൾ ആ ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ടെന്ന് വിചാരിക്കണ്ട. അത്യാവശ്യം ഈ പറഞ്ഞ മലയാളം വായിച്ച് മനസ്സിലാവും. പക്ഷെ പറയട്ടെ, പല ചോദ്യങ്ങളും നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ് വരുന്നത്. അതുകൊണ്ട് ചില ടേംസിന്റെ ടേം ഒക്കെ മാറിപ്പോവും മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, വിവർത്തനം ചെയ്യുമ്പോൾ. പക്ഷെ എങ്കിലും ഒരു പരിധി വരെ മലയാളം ട്രാൻസ്ലേഷൻ കുഴപ്പമില്ല. ആൻഡ് ആൾസോ നമ്മുടെ PSC പറയുന്നുണ്ട്, ഇൻ കേസ് മലയാള വിവർത്തനം തെറ്റുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. കാരണം ഇംഗ്ലീഷ് ആയിരിക്കും ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എറർ ഉണ്ടെങ്കിൽ മാത്രമേ ചലഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. മലയാളം ട്രാൻസ്ലേഷൻ എറർ ഉണ്ടെങ്കിൽ ദാറ്റ് കനോട്ട് ബി ചലഞ്ച് എന്നാണ് PSCയുടെ ഇപ്പോഴത്തെ നയം. സോ എനിവേ ദർ ആർ 3 സെക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? പ്രൈമറി സെക്ടർ, സെക്കൻഡറി ആൻഡ് ടെറിഷറി. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ചോദിക്കട്ടെ, എന്തായിരിക്കും പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ? പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന പ്രവർത്തനം എന്താണ്? എന്തായിരിക്കാം? പ്രൊഡക്ഷൻ ആണ്. എല്ലാവർക്കും പ്രൊഡക്ഷൻ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ 3 മേഖലയിൽ നിന്നുണ്ട് നിർമ്മാണമുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസി മാം, അബ്ദുള്ള സാർ, ഹരീഷൻ സാർ, സൂര്യ മാം. നോക്കുവാണെങ്കിൽ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ ദിസ് സെക്ടർ മെയിൻലി ഡീൽസ് വിത്ത് എക്കണോമിക് ആക്ടിവിറ്റീസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു നേച്ചർ. പ്രകൃതിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലയാണെന്ത്? ഈ പറഞ്ഞ പ്രൈമറി സെക്ടർ. സോ പ്രകൃതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് വരുന്ന പ്രവർത്തനം എന്താ? പ്രധാനമായും ഇവിടെ വരുന്നത് യു ക്യാൻ സീ ദർ ഈസ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. കാർഷിക മേഖല, അഗ്രികൾച്ചർ സെക്ടർ. അതുകൂടാതെ യു ക്യാൻ സീ നമ്മുടെ ലൈഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി. ഇതൊക്കെ കാണുമല്ലോ, കന്നുകാലി വളർത്തൽ അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി, ലൈഫ് സ്റ്റോക്ക്, അതുപോലെ പൗൾട്രി, കോഴി വളർത്തൽ, ദെൻ ക്വാറിയിങ്, മൈനിങ്. ഇവയൊക്കെ എന്താണ്? പ്രൈമറി സെക്ടർ ആക്ടിവിറ്റിയാണ്. അതുപോലെ ഫിഷറീസ്, മത്സ്യബന്ധനം, അതുപോലെ ഫോറസ്ട്രി, വനം. സോ ഇവയെല്ലാം എന്താ? പ്രൈമറി സെക്ടർ ആക്ടിവിറ്റിയാണ്. ദെൻ സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്താ? സെക്കൻഡറി സെക്ടർ മെയിൻലി ഡീൽസ് വിത്ത് ഇൻഡസ്ട്രി ആണ്, വ്യവസായ മേഖലയാണ് എന്ത്? സെക്കൻഡറി എന്ന് പറയുമ്പോൾ. സോ ഇൻ ദ സെക്കൻഡറി സെക്ടർ യു ക്യാൻ സീ ദർ ഈസ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം നേച്ചർ. നമ്മുടെ പ്രകൃതിയിൽ നിന്ന്, നേച്ചറിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാല്യൂ ആഡ് ഐറ്റമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. സോ ഇൻ ദ secondary sector we are converting raw materials that we are extracting from nature into a value added item. ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ മാറ്റുന്നു. അതാണ് എന്ത്? സെക്കൻഡ് സെക്ടർ ആക്ടിവിറ്റി. സോ ഡിഫറെന്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ, നിർമ്മാണം, ഇവയൊക്കെ എവിടെ വരുന്നു? സെക്കൻഡ് സെക്ടറിൽ വരുന്നതാണ്. അതുപോലെ തേർഡ് ഓർ ടെറിഷറി എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന എന്താ? പ്രധാനമായിട്ടും തൃതീയ മേഖലയാണ്, സർവീസ് ആണ്.
സേവനങ്ങളാണ്. സോ ഇപ്പോ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ഇറ്റ് ഈസ് എ സർവീസ് ആണ്. സോ മറ്റേ അർത്ഥത്തിലല്ല, മറ്റേ സേവനമല്ല, സേവന മേഖല ഉദ്ദേശിച്ചത്. സോ സർവീസ് സെക്ടർ ആണ്. വി ക്യാൻ സി എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ബാങ്കിങ്, ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം എന്താണ്? സർവീസ് ആണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. സോ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഇരിപ്പുണ്ട്. ഫോണില്ലേ? ഈ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലയിൽ വരുന്നതാണ്? സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ? നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ, മൊബൈൽ ഫോണ് സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ? സോ എല്ലാവരുടെ കയ്യിൽ കാണുമല്ലോ ഫോൺ സെക്കൻഡറി ആണ്. വെരി ഗുഡ്. നോക്കുവാണെങ്കിൽ അതിലേക്കാണ് എത്തിയത്. നോക്കുവാണെങ്കിൽ ഫോൺ, മാനുഫാക്ചറിങ് ഓഫ് ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഔട്ട്പുട്ട് ഓഫ് എ പ്രൊഡക്ഷൻ പ്രോസസ്. ഒരു നിർമ്മാണത്തിന് ഔട്ട്പുട്ട് ആണല്ലോ ഫോൺ. എന്ത് നിർമ്മാണമാണ്? ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ഇൻ ആൻ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയിൽ, ഒരു വ്യവസായത്തിൽ, ഇപ്പം അസ്യൂസോ ആപ്പിളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷവോമിയോ അല്ലെങ്കിൽ സാംസങ് ഒക്കെ ആണെങ്കിൽ ദേ ഹാവ് എ ഫാക്ടറി. സാംസങ്ങിന് ഫാക്ടറി ഉണ്ട്, ആപ്പിളിനുണ്ട്. സോ ദേ ഹാവ് ഫാക്ടറി ഉണ്ട്. ഈ ഫാക്ടറിയിൽ ദേ ആർ പ്രൊഡ്യൂസിങ് എ ഫോൺ. അവരെന്ത് ചെയ്യാണ്? ആ ഫാക്ടറിയിലാണ് എന്ത്? ഒരു ഫോൺ നിർമ്മിക്കുന്നത്. ആ നിർമ്മിക്കാനായിട്ട് ദേ റിക്വയർ ഡിഫറെന്റ് റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഇൻ ദിസ് സെക്ടർ, അല്ലെങ്കിൽ ഫോൺ എന്ന് പറയുകയാണെങ്കിൽ സിംപ്ലി ഫോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് അണ്ടർ സെക്കൻഡറി ആണ്. നേരെ മറിച്ച് നിങ്ങളുടെ ഫോണിലുള്ള കണക്ടിവിറ്റി, ഇപ്പൊ നേരത്തെ ആൻസിമം പറഞ്ഞ പോലെ നിങ്ങളുടെ ഫോണിലുള്ള സർവീസ് പ്രൊവൈഡർ, ഇപ്പൊ BSNL, എയർടെൽ, ജിയോ, അതുപോലെ ഐഡിയ, വോഡഫോൺ ഒക്കെ പറയുമ്പോൾ ഈ സർവീസ് പ്രൊവൈഡർ എന്താണ്? ഇറ്റ് ഈസ് അണ്ടർ സെക്കൻഡറി അല്ല, ടെർഷ്യറി ആണ്. സോ മൊബൈൽ ഫോൺ സിംപ്ലി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെക്കൻഡ് സെക്ടർ ആണ്. നേരെ മറിച്ച് ദ കണക്ടിവിറ്റി ഇറ്റ് ഈസ് അണ്ടർ സർവീസ് സെക്ടർ ആണ്. അതുപോലെ വേറൊരു ചോദ്യം, വാട്ടർ സപ്ലൈ ഈസ് കമ്മിങ് അണ്ടർ വിച്ച് സെക്ടർ? ജലസേചനം ഏത് മേഖലയിൽ വരുന്നതാണ്? വാട്ടർ സപ്ലൈ, ജലസേചനം ഉണ്ടല്ലോ, വാട്ടർ സപ്ലൈ ഈസ് കമ്മിങ് അണ്ടർ വിച്ച് സെക്ടർ? ഏത് മേഖലയിലാണ് വാട്ടർ സപ്ലൈ വരുന്നത്? പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷ്യറി ആണോ? എന്ത് തോന്നുന്നു? സെക്കൻഡറി. 2 പ്രൈമറി. സൂര്യൻ പറഞ്ഞു പ്രൈമറി പറഞ്ഞു, ആൻസിമൻ പറഞ്ഞു സെക്കൻഡറി എന്ന് പറഞ്ഞു. സാർ പറഞ്ഞോളൂ. ടെർഷ്യറി സെക്ടർ. ടെർഷ്യറി ആണ്. ആരാ പറഞ്ഞത്? പറഞ്ഞാരാണ്? ആരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ആൻസിമൻ പറഞ്ഞു ഗ്യാസ് വാട്ടർ സപ്ലൈ സെക്കൻഡറി ആണെന്ന് പറഞ്ഞു. സോ നമ്മള് ഇപ്പം ട്രിവാൻഡ്രത്തുള്ള പ്രൈമറി എന്ന് പറഞ്ഞു, അരുൺ പ്രൈമറി എന്ന് പറഞ്ഞു. സോ ട്രിവാൻഡ്രത്ത് ഉള്ളതൊക്കെ അറിയാം. നമ്മുടെ ട്രിവാൻഡ്രത്ത് ദർ ഇസ് എ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇൻ അരുവിക്കര. അറിയായിരിക്കുമല്ലോ. അരുവിക്കരയില് ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ട് അരുവിക്കരയില്. സോ അതുപോലെ ഞാൻ ഇൻ മൈ കോളേജ് ഡേയ്സ് ഐ യൂസ് ടു വിസിറ്റ് ഡൽഹി ട്രീറ്റ്മെന്റ് പ്ലാന്റ് പോയിട്ടുണ്ട്. നമ്മുടെ ഡൽഹിയിലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സി അവർ വെള്ളം എടുക്കുന്നത് യമുന നദിയിൽ നിന്നാണ്. നോക്കുവാണെങ്കിൽ in our country we can see there are different water treatment facilities. നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കിട്ടുമ്പോൾ നദിയിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത്? ഒരു റിവർ ഉണ്ടാവും, അല്ലെങ്കിൽ ലേക്ക് ഉണ്ടാവാം. നമ്മൾ ഈ പറഞ്ഞ റിവറിൽ നിന്ന് ലേക്കിൽ നിന്നൊക്കെ നേരിട്ട് വെള്ളം എടുക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ റിവറിലെയും ലേക്കിലൊക്കെ വെള്ളം നമ്മൾ നേരിട്ട് എക്സ്ട്രാക്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ വെള്ളം വരത്തില്ലേ? ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരും. അത് വരുന്നത് നേരിട്ട് എടുക്കുകയാണോ? അല്ല. നമ്മുടെ റിവറിലെ വെള്ളം, ലേക്കിലെ വെള്ളം, ഇറ്റ് വിൽ ബി ഗോയിങ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ്. സോ നമ്മുടെ റിവറിൽ നിന്ന് ലേക്കിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു? വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിനെ
ഡിഫറെന്റ് പ്രോസസ് കൂടെ എന്ത് ചെയ്യാണ്, കടത്തിവിടുകയാണ്. ആദ്യം തന്നെ സ്ക്രീനിങ് സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് ഒരു സ്ക്രീനിങ് സ്റ്റേജ് ആണ്. ഒരു സ്ക്രീനിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിവറിലെ വെള്ളത്തിനെ വലിയ മെഷ് കെട്ടിയിട്ട് അവിടെ നിന്നകത്തേക്ക് കയറ്റും, നമ്മുടെ പ്ലാന്റിനകത്തേക്ക് കയറ്റും. ആൻഡ് അതിന് റിവറിനകത്ത് ഒഴുകി വരുന്ന ചിലപ്പോൾ ചില ഡെഡ് ബോഡീസ് കാണാം, ചിലപ്പോൾ ചില കല്ലും അല്ലെങ്കിൽ ചിലപ്പോൾ ചില മരക്കാലും ചെടികളും ആനിമൽസൊക്കെ കാണാം. സോ ഈ പറഞ്ഞ സ്ക്രീനിങ് സ്റ്റേജിൽ അതിനെന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞ് ദർ വിൽ ബി സെഡിമെന്റേഷൻ. ഈ പറഞ്ഞ വെള്ളത്തിലുള്ള സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന, താഴെ ഗ്രാവിറ്റി മൂലം സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, സെറ്റിൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിനെ ഫിൽട്ടർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യുന്നു. സോ നോക്കുവാണെങ്കിൽ റിവറിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഇറ്റ് ഈസ് നോട്ട് പോർട്ടബിൾ വാട്ടർ. എന്താ പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക് ചെയ്യാൻ കഴിയുന്ന വെള്ളമല്ല. റിവറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വെള്ളം ഇറ്റ് ഈസ് നോട്ട് പോർട്ടബിൾ ഇൻ നേച്ചർ. എന്നാൽ ഇൻ ദ വാട്ടർ സപ്ലൈ എന്താ ഉണ്ടാവുന്നത്, ഈ റിവറിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിനെ, ഈ റോ വാട്ടറിനെ, റിവറിൽ നിന്ന് ലേക്കിൽ നിന്നൊക്കെ വരുന്ന റോ വാട്ടറിനെ വി ആർ കൺവേർട്ടിങ് ഇൻ ടു എ പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ. നമുക്ക് കുടിക്കാൻ കഴിയുന്ന രീതിയിൽ പോർട്ടബിൾ വാട്ടറായിട്ട് എന്ത് ചെയ്യാണ്, അതിനെ കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് യു ക്യാൻ സി ദർ ഈസ് സം വാല്യൂ അഡിഷൻ. നമ്മുടെ വെള്ളത്തിന് ഒന്നുണ്ടായി, ഒരു വാല്യൂ അഡിഷൻ ഉണ്ടായില്ലേ അവിടെ. റിവറിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളത്തിന് ഒരു മൂല്യവർദ്ധന ഉണ്ടായി, അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, അത് പോർട്ടബിൾ വാട്ടറായിട്ട് മാറ്റപ്പെട്ടു. സോ അതുകൊണ്ട് അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ ഡ്രിങ്ക് വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ സെക്കൻഡറി ആണ്. കാരണം ഞാൻ പറഞ്ഞു സെക്കൻഡറി എന്ന് പറയുമ്പോൾ ദർ ഈസ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം നേച്ചർ ഇൻ ടു എ വാല്യൂ ആഡഡ് ഐറ്റം. പ്രകൃതിയിൽ നിന്നെടുക്കുന്ന ഒരു വിഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. എവിടെ, ഇൻ ദ കേസ് ഓഫ് secondary sector. So we can classify the activities in these three sectors: agriculture, fishing, forestry, mining and quarrying. ഇവയെല്ലാം എവിടെ വരുന്നതാണ്, ഇവയെല്ലാം പ്രൈമറിയിൽ വരുന്നതാണ്. ദെൻ സെക്കൻഡറി നോക്കുവാണെങ്കിൽ മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, വൈദ്യുതി, അതുപോലെ ഗ്യാസ് സപ്ലൈ, വാട്ടർ സപ്ലൈ, ഓൾ ദീസ് ആർ കമ്മിങ് അണ്ടർ സെക്കൻഡറി. ദെൻ ടെറിഷറി എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, ബാങ്കിങ്, ട്രേഡ്, സ്റ്റോറേജ്, ഇവയെല്ലാം എന്താ, ടെറിഷറിയാണ്. സോ അതുപോലെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, സാറേ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് എങ്ങനെയാണ് ടെറിഷറി ആവുന്നത്? ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാവുന്നുണ്ടല്ലോ, ഒരു പുതിയ ഭക്ഷണം ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് പറയും. സോ ഡൗട്ട് ജെനുവിൻ ആണ്, കാരണം പലരും ചോദിക്കുന്ന ഡൗട്ടാണ്, ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് എന്തുകൊണ്ട് സെക്കൻഡറി ആവുന്നില്ല? സോ നോക്കുമ്പോൾ നോർമൽ കേസിൽ ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ ദേ ആർ പ്രൊവൈഡിങ് അക്കോമഡേഷൻ ആൾസോ. ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എല്ലാ കൺട്രിയിലും ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ്, ഇതിനെ സെക്കൻഡറി ആയിട്ട് കണക്കാക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഹോട്ടൽസുകളിലും അക്കോമഡേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ദർ ഇസ് എ കൺഫ്യൂഷൻ. ഈ പറഞ്ഞ ഹോട്ടൽസ് ചിലതിനകത്ത് കണ്ടില്ല, ചിലതിനകത്ത് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാവാം. അതുകൊണ്ട് എന്ത് ചെയ്തു, കോമൺ ആയിട്ട് ഹോട്ടൽസ് റെസ്റ്റോറൻറ്റിനെ ടെറിഷറി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു സേവനമായിട്ടാണ്, സേവന മേഖലയായിട്ടാണ് കണക്കാക്കുന്നത്. സോ നോർമൽ കേസിൽ ഡൗട്ട് തോന്നാം ഹോട്ടൽസ് സെക്കൻഡറി ആയിക്കൂടെ എന്ന്. എന്നാൽ അതിന് കാരണം എന്താ, അക്കോമഡേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല ഹോട്ടലും. സിൻസ് ദർ ഈസ് അക്കോമഡേഷൻ സർവീസ് പ്രൊവൈഡഡ് ബൈ വേരിയസ് ഹോട്ടൽസ്, വി ആർ കമ്പയറിംഗ് ഓൾ ദ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഇൻ ടു ടെറിഷറി. ഈ പറഞ്ഞ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റിനെ പൊതുവെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെറിഷറി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ബാങ്കിങ്, ട്രേഡ്, സ്റ്റോറേജ്, ഇവയെല്ലാം എന്താണ്, സേവന മേഖലയാണ്, ടെറിഷറി ആണെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ഇത് കൂടാതെ തന്നെ യു ക്യാൻ സി ഐ ആം ടേക്കിംഗ് 2 more minutes എടുക്കുകയാണ്.
കാരണം ഈ ടോപ്പിക്ക് തീരും ഇപ്പോൾ. ഇത് കൂടാതെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ക്വാട്ടേണറി ആൻഡ് ക്യൂനറി. സോ നോക്കുവാണെങ്കിൽ ക്വാട്ടേണറി ക്യൂനറി എന്ന് പറയുമ്പോൾ these are not the further classification, അല്ലെങ്കിൽ these are not 4 or 5 classification അല്ല. മേഖല എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയേ ഉള്ളൂ. എന്നാൽ ഇൻ സം റിപ്പോർട്ട്സ് ഓഫ് വേൾഡ് ബാങ്ക്, നമ്മുടെ ലോക ബാങ്ക്, വേൾഡ് ബാങ്ക്, അതുപോലെ വേൾഡ് എക്കണോമിക് ഫോറം മുതലായ ഡിഫറെന്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ you may see in these organizations they are using a sub-classification for tertiary. നമ്മുടെ തൃതീയ മേഖലയ്ക്ക് ഒരു സബ് ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ ക്വാട്ടേണറി ക്യൂനറി. ആൻഡ് ക്വാട്ടേണറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് നോളജ് ബേസ്ഡ് സർവീസ് ആണ്. ലൈക്ക് സർക്കാർ വകുപ്പുകൾ, എഡ്യൂക്കേഷൻ, IT ഇവയെല്ലാം എന്ത് ക്വാട്ടേണറി മേഖല വരുന്നത്. ഇനി ക്യൂനറി എന്ന് പറയുമ്പോൾ ദിസ് റെപ്രസെന്റ്സ് ദ ഹൈ ക്ലാസ് ജോബ്സ് ഇൻ ദ എക്കണോമിയാണ്. ലൈക്ക് നമ്മുടെ മിനിസ്ട്രി ലെവലുള്ള മിനിസ്റ്റേഴ്സ്, അതുപോലെ കളക്ടേഴ്സ്, നമ്മുടെ KS ഓഫീസേഴ്സ്, അതുപോലെ ദോസ് ഡിപ്ലോമാറ്റ്സ്, നമ്മുടെ IFS ഓഫീസർ അല്ലേ, ഇന്ത്യൻ ഫോറിൻ സർവീസ് കിട്ടുന്ന IFS ഓഫീസേഴ്സ്, സോ ഡിപ്ലോമാറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻ വേരിയസ് കൺട്രീസ്, അതുപോലെ ദോസ് പീപ്പിൾ ഹു ആർ ഇന്റർപ്രറ്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ന്യൂ ടെക്നോളജീസ്, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മനുഷ്യനിർമ്മിത ബുദ്ധി കേട്ടില്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള മോഡേൺ ടെക്നോളജീസ്, അതിന് ഡേറ്റ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇവയൊക്കെയാണ് എന്ത് ക്യൂനറി വരുന്നത്. സോ യു ക്യാൻ സി ക്വാട്ടേണറിയും ക്യൂനറിയും, these two sectors are actually a sub-classification of tertiary ആണ്. നമ്മുടെ തൃതീയ മേഖലയുടെ ഒരു സബ് കാറ്റഗറി ആണ് എന്ത് ഈ ക്വാട്ടേണറി സെക്ടറും അതുപോലെ ക്യൂനറി സെക്ടറും. ആൻഡ് ഈ സെക്ടറിന്റെ പ്രത്യേകത എന്താ? ദിസ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ കൺട്രീസ് ഇസ് ഫോർമൽ. ഫോർമായിട്ട് എന്ത് ചെയ്യാറില്ല, നമ്മുടെ ഇന്ത്യയിലോ മറ്റു കൺട്രിയിലോ യൂസ് ചെയ്യാറില്ല. only seen in reports of various organizations. ഇപ്പൊ വേൾഡ് ബാങ്കിന്റെയും വേൾഡ് എക്കണോമിക് ഫോറത്തിലൊക്കെ കാണുന്ന പേര് മാത്രമാണിത്. അല്ലാതെ ഒഫീഷ്യലി ഫോർമലി എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ ക്വാട്ടേണറി ക്യൂനറി എന്ന രീതിയിൽ നമ്മൾ ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക. സോ ക്വാട്ടേണറി ക്യൂനറി ക്ലാസിഫിക്കേഷനും എന്താണ് അതിൽ വരുന്നത്, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് അല്ലെ എന്തൊക്കെ മേഖല വരുന്നു എന്നുകൂടെ അറിഞ്ഞിരിക്കുക. ആൻഡ് അതുപോലെ തന്നെ ദോസ് പ്രൊഫഷണൽസ് ഹു ആർ വർക്കിംഗ് ഇൻ ക്യൂനറി or called as gold collar professionals. So ക്യൂനറി മേഖല വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പറയുന്നതാണ് ഗോൾഡ് കോളർ പ്രൊഫഷണൽസ്. ക്വാട്ടേണറി ആണെങ്കിൽ they are called as pink collar professionals. Then tertiary ആണെങ്കിൽ as a whole it is called as white collar professionals. Then secondary ആണെങ്കിൽ it is called as blue collar professionals. Then primary ആണെങ്കിൽ they are called as brown or red collar professionals. So brown or red for primary, blue for secondary, white for tertiary, pink for quaternary, gold for tertiary. Okay. So and we can see ഈ പറഞ്ഞ മേഖലയിൽ നമ്മൾ പറഞ്ഞ പ്രാഥമിക, തൃതീയ, ദ്വിതീയ മേഖലകൾ, ഈ മേഖലകളാണ് ഒരു കൺട്രിയുടെ ദേശീയ വരുമാനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്, വാർത്ത കാണുന്നതാണ്. കോവിഡ് വന്ന സമയത്ത് നമ്മൾ വാർത്ത കണ്ടിരുന്നു, ഇന്ത്യ സാമ്പത്തിക മാന്ദ്യം നേരിട്ടു. അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്നു കോവിഡ് ടൈമിൽ പ്രാഥമിക മേഖലയായാലും ദ്വിതീയ മേഖലയായാലും തൃതീയ മേഖലയായാലും ഒരു രീതിയിൽ ബാധിക്കപ്പെട്ടു എന്ന രീതിയിൽ നമ്മൾ വാർത്ത കണ്ടു. സോ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കൺട്രിയിലുള്ള ഒരു സമ്പദ്ഘടനയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ ഈ മേഖലകളിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. സോ നമ്മുടെ എക്കണോമിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നതനുസരിച്ച് ഈ പറഞ്ഞ മേഖലയിലുള്ള സാമ്പത്തിക പ്രവർത്തനം എന്ത് ചെയ്യും? മാറാം. സോ സപ്പോസ് നമ്മൾ കണ്ടു ഒരു കോവിഡ് ക്രൈസിസ് വന്നു അല്ലെ, 2020-21 കാലഘട്ടത്തില് ഇന്ത്യ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ എക്കണോമിയിലും ദേ ഫേസ് ദ ഇഷ്യൂ ഓഫ് കോവിഡ് ക്രൈസിസ്. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ എല്ലാ എക്കണോമിയിലെയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ
സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടായി. നമ്മൾ കണ്ടു, ഈ പറഞ്ഞ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ വ്യവസായങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, റൺ ചെയ്യുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു, അത് സ്റ്റോൾ ചെയ്യപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മൈഗ്രന്റ് ലേബറേഴ്സ് നമ്മൾ കണ്ടിരുന്നു അല്ലേ, അതിഥി തൊഴിലാളികൾ ഇവിടെ നിന്ന് അവിടെ നാട്ടിലേക്ക് പോകുന്നതായിട്ട് കണ്ടിരുന്നു. അതിനിടയ്ക്ക് കുറെ പേര് മരിച്ചുപോയത് കണ്ടിരുന്നു. സോ വി ഹാവ് സീൻ നമ്മുടെ എക്കണോമിയിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതനുസരിച്ച് ഈ മേഖലയിലെ പ്രവർത്തനം എന്ത് ചെയ്യാം, ബാധിക്കപ്പെടാം. ആൻഡ് നിലവിൽ നമ്മുടെ ഇന്ത്യ എന്ന എക്കണോമി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമോ ഏത് മേഖലയാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പറയാമോ, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പറയാമോ? വിച്ച് ഇസ് ദ സെക്ടർ വിച്ച് കോൺട്രിബ്യൂട്ട്സ് ദ ഹയസ്റ്റ് ഇൻ അവർ നാഷണൽ ഇൻകം? നമ്മുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖല ഏതെന്ന് പറയാമോ? സർവീസ്. വെരി ഗുഡ്. സോ നമ്മൾ കേട്ട് കാണും, എന്താ ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകം എന്ന് സിംപ്ലി പറയാം, അല്ലെങ്കിൽ പറയാം ഒരു കൺട്രിയിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഇൻകം വിച്ച് ഈസ് ജനറേറ്റഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷം ഒരു കൺട്രിയിൽ അക്രൂ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആ കൺട്രിയിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട വരുമാനത്തിന്റെ ആകെത്തുകയാണെന്ത് നാഷണൽ ഇൻകം സിംപ്ലി പറയാം. സോ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ 3 മേഖലകൾ ഞാൻ പറഞ്ഞു, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി ഉണ്ട്. ഈ 3 മേഖല എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൺട്രിയുടെ ദേശീയ വരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ GDP-യിൽ ഒരു കൺട്രിയുടെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖല ടെറിഷറി ആണ്, സർവീസ് സെക്ടർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലെ ക്ലാസിഫിക്കേഷൻ ആണ്. സോ വെൻ യു റീഡിങ് റിപ്പോർട്ട്സ് ഓഫ് ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയാലും ഗവൺമെന്റ് ഓഫ് കേരളയുടെ ആയാലും റിപ്പോർട്ട് വായിക്കുമല്ലോ. നമ്മൾ സാമ്പത്തിക അവലോകന റിപ്പോർട്ട്, എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എക്കണോമിക് റിവ്യൂ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് യു മേ സി സെക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ രീതിയിലാണ്: അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ്, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, ഇൻഡസ്ട്രിയൽ ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ്, സർവീസ് സെക്ടർ. നമ്മൾ നേരത്തെ കണ്ട പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന പേര് അവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയില്ല. സോ നിങ്ങൾ എക്കണോമിക് സർവേ ആയാലും അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ എക്കണോമിക് റിവ്യൂ ആയാലും വായിക്കുമ്പോൾ യു മേ നോട്ട് സീ ദ സെക്ടറൽ ക്ലാസിഫിക്കേഷൻ ആസ് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിന് പകരം ഇൻ ദാറ്റ് റിപ്പോർട്ട് യു മേ സീ ദ sectors are classified into agricultural and allied sectors, അതുപോലെ ഇൻഡസ്ട്രിയൽ ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ്, ദെൻ സർവീസ് സെക്ടർ എന്ന രീതിയിലായിരിക്കും ക്ലാസിഫിക്കേഷൻ കാണാൻ കഴിയുന്നത്. നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസം ഉണ്ട് താനും. ആ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി ഡിസ്കസ്ഡ് ദ മെയിൻ ഓർ ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്ടേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പൊതുവായ മേഖല ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ സെക്ടേഴ്സ് വൈ ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നാണ്. ആൻഡ് ഇൻ ദാറ്റ് പ്രൈമറി സെക്ടർ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ആക്ടിവിറ്റീസ് വിച്ച് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു നേച്ചർ. പ്രകൃതിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനവും അവിടെ വരുന്നതായിരുന്നു, പ്രൈമറിയിൽ വരുന്നതായിരുന്നു. ആൻഡ് ഇൻ ദാറ്റ് പ്രൈമറി സെക്ടർ വൺ ഓഫ് ദ കംപ്ലൈന്റ് വാസ് മൈനിങ് ആൻഡ് ക്വാറിയിങ്. മൈനിങ് ആൻഡ് ക്വാറിങ് എന്ന കംപ്ലൈന്റ് ഇവിടെ വരുന്നതായിരുന്നു, പ്രൈമറി വരുന്നതാണ്. കാരണം എന്താ, ഈ പറഞ്ഞ ഖനനമായാലും ക്വാറിങ് ആയാലും നേച്ചറുമായി നേരിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. അതുകൊണ്ട് മൈനിങ് ആൻഡ് ക്വാറിയിങ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈമറി സെക്ടർ. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിലെ സെക്ടർ ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ വി ആർ യൂസിങ് എ സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ടിൽറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ ടിൽറ്റ് എന്താണ്, ആ ചേഞ്ച് എന്താണ് നോക്കുവാണെങ്കിൽ ഇൻ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് നമ്മൾ നേരത്തെ കണ്ട എല്ലാ സാധനം വരും. കാർഷിക മേഖല, അതുപോലെ ഈ പറഞ്ഞ ഫോറസ്ട്രി, ഫിഷറീസ്, പോൾട്രി, ലൈഫ് സ്റ്റോക്ക് ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ക്വാറിയിങ്, മൈനിങ് അതെന്ത് ചെയ്യുന്നില്ല, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടറിൽ വരുന്നില്ല. അത് വരുന്ന എവിടാണ്, ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ്. അതൊരു കാരണം ഗവൺമെന്റ് പറയുന്നത് മൈനിങ് ആൻഡ് ക്വാറിയിങ് പ്രവർത്തനങ്ങളെല്ലാം പ്രധാനമായിട്ടും വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കൽക്കരി ഖനി ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും മിനറൽസിന്റെ മൈൻ ആയാലും
all these mining activities are related to industries ആണ്. നമുക്കറിയാം ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അതുപോലെ രാജസ്ഥാൻ, ഈ ഏരിയയിലൊക്കെ എടുക്കുവാണെങ്കിൽ ധാരാളം മിനറൽ മൈൻസ് ഉണ്ട്. ആൻഡ് ആൾസോ ഈ പറഞ്ഞ മൈൻസിന് അനുബന്ധമായിട്ട് ധാരാളം വ്യവസായങ്ങളും ഉണ്ട്. ഇപ്പം ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആ ഒരു റീജിയൻ പറയുമ്പോൾ, വെസ്റ്റ് ബംഗാൾ ആ റീജിയൻ പറയുമ്പോൾ, these are the regions in which we can see there are large number of iron and steel plants. ധാരാളം iron and steel plants, ഉരുക്ക് പ്ലാന്റ് ഉള്ള ഏരിയാസ് ആണ്. ആൻഡ് ഈ പറഞ്ഞ പ്ലാന്റുകളെല്ലാം മെജോറിറ്റി പ്ലാന്റുകളും സ്ഥിതി ചെയ്യുന്നതിന് അടുത്താണ്, മൈൻസിന് അടുത്താണ്. സോ സിൻസ് മൈനിങ് ആൻഡ് ക്വാറിങ് ആക്ടിവിറ്റി നിർമ്മാണ മേഖലയായിട്ട് വ്യവസായ മേഖലയുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് മൈനിങ് ക്വാറിങ് ഇൻഡസ്ട്രിക്കകത്ത് ഉൾപ്പെടുന്നത്. സോ ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. മൈനിങ് ക്വാറിങ് പ്രൈമറി ആക്ടിവിറ്റി തന്നെയാണ്. മൈനിങ് ക്വാറിങ് പ്രൈമറി ആക്ടിവിറ്റി തന്നെയാണ്. പക്ഷെ എന്താ, ഇന്ത്യയിലെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ we are considering this mining and quarrying as an industrial sector activity. പ്രൈമറി ആക്ടിവിറ്റി ആണ്, അതിൽ മാറ്റമില്ല. അത് പൊതുവായിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ പ്രൈമറി തന്നെയാണ്, പ്രൈമറി പ്രവർത്തനമാണ്. പക്ഷെ സെക്ടർ ക്ലാസിഫിക്കേഷൻ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യാനും അതുപോലെ മറ്റുള്ള പോളിസി ഫോർമുലേഷനും we are following this classification എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ദെൻ സർവീസ് സെക്ടറിൽ മാറ്റമൊന്നുമില്ല. ടെറിഷറി മേഖല വരുന്ന എല്ലാ പ്രവർത്തനമാണ് സർവീസിൽ വരുന്നത്.